So here the constant loss is equal to variable loss. So that is the condition for maximum efficiency in a transformer. The maximum efficiency condition in a transformer is constant loss is equal to variable loss. In the previous slide, we have already discussed what we mean by constant loss and what is meant by variable loss. Here, the variable loss that is equal to I squared R. You know that I squared R losses are known as copper losses as the variable losses. നമുക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ I2 square R02 എന്ന് പറയാം. കാരണം ആരാണ് നമ്മളുടെ ലോഡ് കറന്റ്? I2 ആണ് അല്ലേ? So I2 square R02 is equal to constant loss. Constant lossനെ ഞാൻ PI എന്ന് കൊടുക്കുകയാണ്. Okay, that means the iron loss എന്നുള്ളതിന്റെ the constant lossനെ PI അല്ലെങ്കിൽ iron loss എന്ന് കൊടുക്കുകയാണ്. So here I2 is equal to root of PI divided by R02. കാരണം എന്താ? I2 square R02 is equal to PI ആയതുകൊണ്ട് I2 equal to root of PI by R02 അല്ലെ? Iron loss divided by R02 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആര് കിട്ടും? I2 കിട്ടും. That is the load current at which the maximum efficiency is occurring. Okay, അപ്പോൾ maximum efficiency occurring ആയിട്ടുള്ള load current കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണിത്. ഈ പറഞ്ഞ constant loss is variable loss ഞാൻ നേരത്തെ പറഞ്ഞു d by നമ്മൾ എഫിഷ്യൻസിയെ മാക്സിമം ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് അവിടുന്ന് കണ്ടുപിടിക്കുന്നതാണ്. ഓക്കെ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒക്കെ വെച്ച് കണ്ടുപിടിക്കുന്നതാണ്. ഡെപ്തിലോട്ടൊന്നും പോവണ്ട. So I2 is equal to root of PI by R02. എങ്ങനെയാ വന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി ഇവിടെ ഒരു ടേം കൊടുത്തിട്ടുണ്ട് X എന്ന്. X എന്താണ്? The fraction of load at which the maximum efficiency is happening. Okay, efficiency maximum ആകുന്ന fraction of load. ചിലപ്പോൾ അത് 1/2 full ലോഡിലായിരിക്കാം, അല്ലെങ്കിൽ 1/4 full ലോഡിലായിരിക്കാം. അപ്പം ഇങ്ങനെയൊക്കെ പറയും നമ്മളടുത്ത് the maximum full load current is this much. Then the efficiency, maximum efficiency is occurring at half the full load. എന്ന് പറഞ്ഞാൽ ആ half ആണ് എന്ത്? X എന്ന് പറയുന്നത്. The fraction of full load at which the value, the maximum efficiency occurs. അല്ലെ? അപ്പോ X is equal to iron loss by full load copper loss. അതായത് X into full load copper loss അതായിരിക്കും എന്തിൽ വരിക? ഇവിടെ കോപ്പർ ലോസിന്റെ ഫ്രാക്ഷൻ ആയിട്ട് വരിക അല്ലെ? ഫുൾ ലോഡ് കോപ്പർ ലോസ് ഈസ് I squared R. Then X into I squared R. ഇതാണ് നമുക്ക് ശരിക്കും പറഞ്ഞ എന്ത് വരിക? അയൺ ലോസുമായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുക അല്ലെ? ആ സമയത്തുള്ള അയൺ ലോസ് എന്ന് പറയുന്നത് എന്തിന് ഇക്വലന്റ് ആയിരിക്കും? ഈ ഫുൾ ലോഡ് കോപ്പർ ലോസ് ഇൻറ്റു എക്സ് വാല്യൂവിന് ഇക്വലന്റ് ആയിരിക്കും. സോ അങ്ങനെയുള്ള സമയത്ത്, അതായത് ഫുൾ ലോഡ് ഒക്വയർ ചെയ്യുന്ന സമയത്തുള്ള ഫ്രാക്ഷൻ ഓഫ് ലോഡ് അല്ലെങ്കിൽ ഏത് ഫ്രാക്ഷൻ ഓഫ് ലോഡിലാണ് മാക്സിമം എഫിഷ്യൻസി ഒക്വയർ ചെയ്യുന്നത്? ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. വാല്യൂ ഇട്ടാണ് ചോദിക്കാറ് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ എത്ര ഫുൾ ലോഡിൽ, എത്ര പെർസെന്റേജ് ഫുൾ ലോഡിലാണ് മാക്സിമം എഫിഷ്യൻസി ഒക്വയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി ഓഫ് എ ട്രാൻസ്ഫോമർ. ഇനി നമുക്ക് ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. മാക്സിമം എഫിഷ്യൻസി, അതിന്റെ കറണ്ടും. നോർമലി രണ്ട് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് അല്ലെ? പവർ ട്രാൻസ്ഫോമർ and distribution transformer ആണല്ലോ. പവർ ട്രാൻസ്ഫോമർ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ. നോർമലി ഇവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, പവർ ട്രാൻസ്ഫോമറിൽ മാക്സിമം എഫിഷ്യൻസി ഉണ്ടാകുന്നത് എപ്പോഴാണ്, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൽ മാക്സിമം എഫിഷ്യൻസി ഉണ്ടാകുന്നത് എപ്പോഴാണ് എന്നുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. പവർ ട്രാൻസ്ഫോമറിൽ നിയർലി ടു ഫുൾ ലോഡ്, ഫുൾ ലോഡിന്റെ തൊട്ടടുത്ത് എവിടെയെങ്കിലും ഒക്കെ വെച്ചിട്ടായിരിക്കും എന്തുണ്ടാവുന്നത്? പവർ ട്രാൻസ്ഫോമറിൽ മാക്സിമം എഫിഷ്യൻസി ഉണ്ടാവുന്നത്. ഓക്കെ, ദെൻ ഹിയർ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൽ 50% ഫുൾ ലോഡിലാണ് എന്തുണ്ടാവുന്നത്? മാക്സിമം എഫിഷ്യൻസി ഉണ്ടാവുന്നത്. ഇഫ് അതർവൈസ് നോട്ട് ഗിവൺ അല്ലെ? നമുക്ക് പൊതുവായിട്ട് തന്നിട്ടില്ലെങ്കിൽ പവർ ട്രാൻസ്ഫോമറിൽ നിയർലി ഫുൾ ലോഡ്, ഫുൾ ലോഡിന് അടുപ്പിച്ചായിരിക്കും മാക്സിമം എഫിഷ്യൻസി ഉണ്ടാവുക. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൽ 50% ഓഫ് ഫുൾ ലോഡിലാണ് എന്തുണ്ടാവുന്നത്? മാക്സിമം എഫിഷ്യൻസി ഉണ്ടാവുന്നത്. ഓക്കെ, so
കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി എന്ന് പറയുന്നത് അയൺ ലോസ് ഈക്വൽ ടു കോപ്പർ ലോസ് ആണ്. ഫ്രാക്ഷൻ ഓഫ് ലോഡ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. അപ്പൊ 50% ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/2 അല്ലെ? 1/2 ആയിരിക്കും എക്സ്. ഏതിന്റെ കേസിലാണ്? ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന്റെ കേസിൽ. നിയർലി ഫുൾ ലോഡിലാണ് ആർക്കുണ്ടാവുക? മാക്സിമം എഫിഷ്യൻസി ഫോർ എ പവർ ട്രാൻസ്ഫോമർ. ഓക്കെ, ഇനി ഇതൊക്കെ വെച്ചിട്ട് ഇപ്പൊ എഫിഷ്യൻസി എന്താണ്, എഫിഷ്യൻസി എങ്ങനെയാണ് അയൺ ലോസ് കോപ്പർ ലോസ് ആയിട്ട് ഈക്വൽ ആവുമ്പോഴാണെന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ട്രാൻസ്ഫോമർ കണ്ടു കഴിഞ്ഞാൽ അങ്ങ് എഫിഷ്യൻസി പറയാനൊന്നും പറ്റില്ല അല്ലെ? So there are certain tests to be conducted for determining the performance factor, or you can say that performance analysis ടെസ്റ്റുകൾ അല്ലെ? പെർഫോമൻസ് അനാലിസിസ് ടെസ്റ്റുകൾ. ഇനി ഈ ലോസസ് ഒക്കെ ഉണ്ടാവുമ്പം ഹീറ്റ് ഉണ്ടാവും ട്രാൻസ്ഫോമറിന് അല്ലെ? ലോസസ് ഉണ്ടാവുമ്പം എസ്പെഷ്യലി കോപ്പർ ലോസ് ഉള്ള സമയത്ത് എന്തുണ്ടാവും? ട്രാൻസ്ഫോമർ ഈസ് ഗെറ്റിംഗ് ഹീറ്റഡ്. അതുകൊണ്ട് നമ്മൾ നോർമലി ഒരു 3000 kVA ട്രാൻസ്ഫോമറിൽ വരെ കൂളിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത് ഓയിലിൽ ഇമേഴ്സ് ചെയ്തിട്ടാണ്. എന്തിൽ ഇമേഴ്സ് ചെയ്തിട്ടാണ്? ഓയിൽ ഇമേഴ്സ്. അപ്പം അത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ട്രാൻസ്ഫോമർ എന്ത് ടൈപ്പ് ഓഫ് കൂളിംഗ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ? എത്ര kVA വരെയാണ് അത് ആ കൂളിംഗ് കൊടുക്കുന്നത്? എത്രയെന്നാ പറഞ്ഞേ? 3000 kVA റേറ്റിംഗ് ട്രാൻസ്ഫോമർ വരെ എന്താണ് കൊടുക്കുന്നത്? ഓയിൽ കൂളിംഗ് ആണ് കൊടുക്കുന്നത്. ആ ഓയിൽ കൂളിംഗ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമർ മൊത്തത്തില് എന്തിൽ ഇമേഴ്സ് ചെയ്തിരിക്കും? ഓയിൽ ഇമേഴ്സ് ആയിരിക്കും. ഇവിടുന്ന് വരാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്രീത്തർ, കൺസർവേറ്റർ, ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് ദ ഓയിൽ, ഇതൊക്കെ നമുക്ക് ഇതിന്റെ കൂടെ പഠിക്കാം. ഓക്കെ, അപ്പൊ ഇതിനു മുമ്പായിട്ട് നമുക്ക് ഏതൊക്കെ ടെസ്റ്റുകളാണ് ഈ എഫിഷ്യൻസി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റുകൾ? നോർമലി നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് നോ ലോഡ് ടെസ്റ്റ്. നോ ലോഡ് ടെസ്റ്റ് ആൻഡ് SC ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ്. നോ ലോഡ് ടെസ്റ്റിന് നിങ്ങൾ OC ടെസ്റ്റ് എന്നും പറയും, ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് എന്നും പറയും. ദെൻ ഇതിന് അതായത് നമ്മുടെ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റിന് ഫുൾ ലോഡ് ടെസ്റ്റ് എന്നോ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് എന്നോ ഒക്കെ പറയും. ഓക്കെ, ഇവിടെ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഇവിടുന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ട്. നമുക്ക് ടെസ്റ്റ് ഒന്നും വേണ്ട. നോ ലോഡ് ടെസ്റ്റ് അല്ലെങ്കിൽ OC ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ സർക്യൂട്ട്, ദ സെക്കൻഡറി സൈഡ് ഈസ് ഓപ്പൺഡ്. ഇനി രണ്ട് വൈൻഡിങ് ആണ് ഒരു ട്രാൻസ്ഫോമറിനുള്ളത്. ഏതൊക്കെ? എവിടുന്ന് വരുന്ന ക്വസ്റ്റ്യൻ ബേസ് ചെയ്ത് നമുക്ക് നോക്കാം. രണ്ട് വൈൻഡിങ് ഉണ്ടെന്ന് പറഞ്ഞു. പ്രൈമറി ആൻഡ് സെക്കൻഡറി നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു അല്ലെ? അതായത് എവിടെയാണോ സപ്ലൈ കൊടുക്കുന്നത് അയാളെ പ്രൈമറി ആക്കും, എവിടെയെന്നാണോ ലോഡ് എടുക്കുന്നത് അയാളെ സെക്കൻഡറി ആയിരിക്കും. അപ്പൊ 230/110 എന്ന് പറഞ്ഞാൽ പ്രൈമറി 230ഉം 110. ഇതേ ട്രാൻസ്ഫോമറിനെ തന്നെ 110/230 ആയിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ അത് സ്പെസിഫിക്കലി നോക്കുക. ദെൻ രണ്ട് വൈൻഡിങ് ആണ് ഒരു ട്രാൻസ്ഫോമറിനുള്ളത് അക്കോർഡിംഗ് ടു ദ വോൾട്ടേജ്. ദാറ്റ് ഈസ് ലോ വോൾട്ടേജ് ആൻഡ് ഹൈ വോൾട്ടേജ് വൈൻഡിങ് അല്ലെ? ലോ വോൾട്ടേജ് വൈൻഡിങ് ആൻഡ് ഹൈ വോൾട്ടേജ് വൈൻഡിങ് ഈസ് ദെയർ. ഇനി ഈ ലോ വോൾട്ടേജ് വൈൻഡിങ് ആണോ ഹൈ വോൾട്ടേജ് വൈൻഡിങ് ആണോ ഓപ്പൺ ആക്കിയിടുന്നത്? നമുക്കൊന്ന് സ്വാഭാവികമായിട്ട് ചിന്തിച്ചു നോക്കാം. ലോ വോൾട്ടേജ് വൈൻഡിങ് ആണോ ഹൈ വോൾട്ടേജ്? അപ്പൊ രണ്ട് വൈൻഡിങ് ആണ് ഒരു ട്രാൻസ്ഫോമറിനെന്ന് പറഞ്ഞു അല്ലെ? So here two windings. Suppose രണ്ട് വൈൻഡിങ് ഇങ്ങനെ കാണിച്ചിരിക്കുകയാണ്. അപ്പൊ ലോ വോൾട്ടേജ് വൈൻഡിങ് ഉണ്ട്, ഹൈ വോൾട്ടേജ് വൈൻഡിങ് ഉണ്ട്. ആരെയാണ് ഞാൻ ഓപ്പൺ ആക്കി ഇടുക? ഓക്കെ, ഇവിടെ ഇപ്പം ഓപ്പൺ ആക്കി ഇടുന്നുണ്ട് അല്ലെ? ഈ ഒരു പാർട്ട് ഓപ്പൺ ആക്കി ഇട്ടിട്ട് സപ്ലൈ വോൾട്ടേജ് കൊടുത്തിട്ടാണ് നമ്മൾ ഏത് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്? നോ ലോഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. സോ നോ ലോഡ് ടെസ്റ്റ് ഈസ് ദ സെക്കൻഡറി സൈഡ് ഓപ്പൺഡ് വൺ അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ് നോ ലോഡ് ടെസ്റ്റ് ചെയ്യുന്നത്? അതൊക്കെ പറയാം. നോ ലോഡ് ടെസ്റ്റ് ഈസ് കണ്ടക്ടഡ് ടു ഫൈൻഡിങ് ഔട്ട് ദി അയൺ ലോസ്. എന്തിനു വേണ്ടിയിട്ടാണ്? അയൺ ലോസ് ഓർ മാഗ്നറ്റൈസിംഗ് ലോസ്. മാഗ്നറ്റൈസിംഗ് ലോസ്, ഓൾസോ I0 കറന്റ്. അപ്പം ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. Which of the following is found out using no load test? മുന്നേ ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? മാഗ്നറ്റൈസിംഗ് ലോസ് എന്ന് മാത്രം എഴുതി വെക്കരുത്. നോ ലോഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്താൽ നമുക്ക്
കറണ്ടും നോ ലോഡ് കറണ്ടും അല്ലെങ്കിൽ മാഗ്നറ്റൈസിങ് കറണ്ടും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ അത് അനുസരിച്ച് വേണം ആൻസർ എഴുതാൻ. മാഗ്നറ്റൈസിങ് കറണ്ട് പ്ലസ് നോ ലോഡ് ലോസ് അല്ലെങ്കിൽ അയൺ ലോസ് എന്നുള്ളത് ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഓപ്ഷൻ വേണം എഴുതാനായിട്ട്. ഓക്കെ, അത് മുന്നേ ഒരു ക്വസ്റ്റ്യനിൽ ആ ഒരു കുഴപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് മാഗ്നറ്റൈസിങ് ലോസ് മാത്രം എന്നാണ് നോ ലോഡ് ടെസ്റ്റിനെ എല്ലാവരും പഠിച്ചു വെക്കുക. അല്ലെങ്കിൽ അയൺ ലോസ് കണ്ടുപിടിക്കാനാണ് നോ ലോഡ് ടെസ്റ്റ് എന്നാണ് നമ്മൾ കണ്ടുവെക്കുക. ബട്ട് there also നോ ലോഡ് ടെസ്റ്റിനകത്ത് നിന്ന് നമുക്ക് ഇതൊക്കെ ചെയ്ത് പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്തും കൂടെ കണ്ടുപിടിക്കാറുണ്ട്, മാഗ്നറ്റൈസിങ് കറണ്ട് ആസ് വെൽ ആസ് ദി നോ ലോഡ് കറണ്ട്. ഓക്കെ, അപ്പൊ മാഗ്നറ്റൈസിങ് കറണ്ട് കണ്ടുപിടിക്കാനും നമുക്ക് ആര് മതി, നോ ലോഡ് ടെസ്റ്റ് മതി. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കണ്ടുപിടിക്കും ആര്, നോ ലോഡ് ടെസ്റ്റ്. ഇനി നമുക്ക് ടെസ്റ്റിലേക്ക് വരാം. അപ്പൊ ഇവിടെ പ്രൈമറി സൈഡിൽ ഞാൻ സപ്ലൈ വോൾട്ടേജ് കൊടുത്തു, സെക്കൻഡറി സൈഡ് ഓപ്പൺ ആക്കി ഇട്ടു. ഈ സെക്കൻഡറി സൈഡ് ലോ വോൾട്ടേജ് ആണോ ഹൈ വോൾട്ടേജ് ആണോ, അതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. എങ്ങനെ നമുക്ക് പറയാൻ പറ്റുക, ഞാൻ പറയും ദ ഓപ്പൺ സൈഡ് ഓർ ദ സെക്കൻഡറി സൈഡ് ഈസ് ഹൈ വോൾട്ടേജ് സൈഡ് and the supply is given to low voltage side. എന്താ ഞാൻ പറഞ്ഞേ, for a no load test the supply is given to low voltage side and open is high voltage side. Why I am saying, എന്തുകൊണ്ടാണ് അതും ചോദിക്കാം. Why you are giving supply to low voltage side? ഇപ്പം നമുക്കിപ്പോ ഹൈ വോൾട്ടേജ് ആയാലും ലോ വോൾട്ടേജ് ആയാലും ഓപ്പൺ ആക്കി ഇട്ടിട്ട് അപ്പുറത്തെ സൈഡിൽ സപ്ലൈ കൊടുത്താൽ മതി അല്ലേ. സെക്കൻഡറി സൈഡ് എന്തുമാവാം. ബട്ട് നമ്മൾ കൊടുക്കുന്നത് ലോ വോൾട്ടേജ് സൈഡിന് സപ്ലൈയും കൊടുക്കും, അതായത് പ്രൈമറി ആയിട്ട് ലോ വോൾട്ടേജ് സൈഡിനെയും എടുക്കും, ഓപ്പൺ ആയിട്ട് HV സൈഡ് വിടും. വൈ, എന്തുകൊണ്ടാണ് ചോദിക്കാറുണ്ട്. ഇൻ എ നോ ലോഡ് ടെസ്റ്റ് വിച്ച് സൈഡ് ഈസ് ഓപ്പൺ, ഏത് സൈഡാണ്, ഹൈ വോൾട്ടേജ് സൈഡ് ഈസ് ഗെറ്റ് ഓപ്പൺ അല്ലെ. അപ്പൊ അത് കൊടുക്കാനുള്ള റീസൺ എന്താണ്, ഹൈ വോൾട്ടേജ് സൈഡ് ക്ലോസ് ചെയ്താൽ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ, ഹൈ വോൾട്ടേജ് സൈഡ് ക്ലോസ് ചെയ്താൽ എന്ന് വെച്ചാൽ നമുക്ക് പ്രൈമറി ആയിട്ട് ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ ടെസ്റ്റിന് ഓപ്പൺ ആക്കി ഇടാം അല്ലെ. ഹൈ വോൾട്ടേജ് സൈഡിലാണ് നിങ്ങൾ ഈ വോൾട്ട്മീറ്റർ ഈ സപ്ലൈ കൊടുക്കുന്നതെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ, മാഗ്നറ്റൈസിങ് കറണ്ട് കൂടുതൽ വേണം. കാരണം ഈ പറയുന്ന അത്രയും നമ്പർ ഓഫ് ടേൺസിന് ഹൈ വോൾട്ടേജ് സൈഡിലെ നമ്പർ ഓഫ് ടേൺസ് എന്തായിരിക്കും, കൂടുതലായിരിക്കും അല്ലെ. ലോ വോൾട്ടേജ് സൈഡിലെ നമ്പർ ഓഫ് ടേൺസ് കുറവായിരിക്കും. ബിക്കോസ് ദ EMF ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ടേൺസ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അപ്പോ ഇവിടെ ഓപ്പൺ ആക്കി ഇടുന്നത് ഹൈ വോൾട്ടേജ് സൈഡ് ആണ്. പകരം ഹൈ വോൾട്ടേജ് സൈഡ് ഇൻപുട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ കറണ്ട് ഡ്രോ ചെയ്യുന്നത് കൂടുതലായിരിക്കും. അതായത് മാഗ്നറ്റൈസ് ചെയ്യാനായിട്ട് കൂടുതൽ കറണ്ട് ആവശ്യം വരും. സോ അതൊരു ലോസ് ആണ്. ഇനി ഹൈ വോൾട്ടേജ് സൈഡ് അല്ല ലോ വോൾട്ടേജ് സൈഡ് ആണ് നമ്മൾ സപ്ലൈ കൊടുക്കുന്നതെങ്കിൽ മാഗ്നറ്റൈസിങ് കറണ്ട് ഈസ് ലോ ആൻഡ് പവർ റിക്വയർഡ് ടു കണ്ടക്ട് ദ ടെസ്റ്റ് ഈസ് ഓൾസോ ലോ. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ നോ ലോഡ് ടെസ്റ്റിന് ഹൈ വോൾട്ടേജ് സൈഡ് ഓപ്പൺ ആയിട്ടും ലോ വോൾട്ടേജ് സൈഡ് ക്ലോസ് ആക്കി ഇടുന്നത്. ഇനി ഒരു നോ ലോഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പം നമുക്ക് അവിടുന്ന് ഏതൊക്കെ കിട്ടും, അയൺ ലോസ് അല്ലെങ്കിൽ മാഗ്നറ്റൈസിങ് ലോസും കിട്ടും, മാഗ്നറ്റൈസിങ് കറണ്ടും കിട്ടും. ഇനി എന്തുകൊണ്ടാണ് അവിടെ കോപ്പർ ലോസ് ഇല്ലാത്തത്? ബിക്കോസ് കോപ്പർ ലോസ് യു നോ ദാറ്റ് ഇറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദ കറണ്ട്. സെക്കൻഡറിയിൽ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് കോപ്പർ ലോസ് ഈസ് നെഗ്ലിജിബിളി സ്മോൾ. ചെറിയൊരു കോപ്പർ ലോസ് ഉണ്ടാവും എഡി കറണ്ട് ഒക്കെ വെച്ച്, പക്ഷെ അത് നെഗ്ലിജിബിളി സ്മോൾ കമ്പയറിംഗ് ടു അയൺ ലോസ്. അപ്പൊ നോ ലോഡ് ടെസ്റ്റ് നടത്തുമ്പോൾ എന്തൊക്കെ കിട്ടുന്നു എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ നോ ലോഡ് ടെസ്റ്റിൽ ആരെയാണ് ഓപ്പൺ ആക്കി ഇടുന്നത് അല്ലെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ആക്കുന്നത് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ നമുക്ക് അയൺ ലോസ് മാത്രം മതിയോ എഫിഷ്യൻസി കാണാൻ? പോരാ, എന്തും വേണം, കോപ്പർ ലോസും വേണം അല്ലെ. സോ കോപ്പർ ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെയും ഒരു ക്വസ്റ്റ്യൻ, അതായത് ട്രാൻസ്ഫോമറിന് രണ്ട് സൈഡ് ഉണ്ട്, ഹൈ വോൾട്ടേജ് സൈഡും ലോ വോൾട്ടേജ് സൈഡും. ആൻഡ് ഐ ആം ഷോർട്ട് സർക്യൂട്ടിംഗ് ദ സെക്കൻഡറി സൈഡ് ആൻഡ് ഹിയർ ഐ ആം ഗിവിംഗ് ദി സപ്ലൈ. റൈറ്റ്, ഇതാണ് നമ്മളുടെ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റിന്റെ ഫിഗർ. And when you are closing the secondary side, a current I2 flows in the secondary. ഇനി ഏത് സൈഡിനെയാണ് ഞാൻ ക്ലോസ് ചെയ്യുന്നത്, ലോ വോൾട്ടേജ് സൈഡ് ആണോ ഹൈ വോൾട്ടേജ് സൈഡ് ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ.
ഓക്കെ, ഏത് സൈഡിനെയാണ് ഞാൻ ക്ലോസ് ചെയ്യുന്നത്? നേരത്തെ ഓപ്പൺ ആക്കി ഇട്ടപ്പോൾ ഞാൻ ഹൈ വോൾട്ടേജ് സൈഡിനെ ഓപ്പൺ ആക്കി ഇട്ടു, ലോ വോൾട്ടേജ് സൈഡിൽ സപ്ലൈ കൊടുത്തു. ഹിയർ ഇവിടെയോ ലോ വോൾട്ടേജ് സൈഡിനെ വേണം എന്ത് ചെയ്യാൻ? ക്ലോസ് ചെയ്യാൻ. ഇൻ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് low voltage side is closed and high voltage side is given by the supply. Supply കൊടുക്കുന്ന ആർക്കാണ്? ഹൈ വോൾട്ടേജ് സൈഡിനാണ്. ലോ വോൾട്ടേജ് സൈഡിനെ വേണം എന്ത് ചെയ്യാൻ? ക്ലോസ് ചെയ്തിടാൻ. കാരണം എന്താണ്? ലോ വോൾട്ടേജ് സൈഡ് ക്ലോസ് ചെയ്താൽ കുറച്ച് കറണ്ട് എന്തിൽ സർക്കുലേറ്റ് ചെയ്യുള്ളൂ? സെക്കൻഡറിയിൽ സർക്കുലേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഇവിടെ നമുക്ക് കൂടുതലും നമുക്ക് കിട്ടേണ്ടത് ആരെയാണ്? കോപ്പർ ലോസ് ആണ് അല്ലെ? കോപ്പർ ലോസ് കൂടുന്നതാണോ കുറയുന്നതാണോ എന്നുള്ളത്? കുറയുന്നതാണ്. I2 കുറഞ്ഞാലേ I2 സ്ക്വയർ R02 കുറയുള്ളൂ അല്ലെ? I2 കുറഞ്ഞാലേ I2 സ്ക്വയർ R02 കുറയുള്ളൂ. I2 കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ആരെയാണ് ക്ലോസ് ചെയ്യുന്നത്? ലോ വോൾട്ടേജ് സൈഡിനെ ക്ലോസ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ ലോ വോൾട്ടേജ് സൈഡ് ഈസ് ക്ലോസ്ഡ് ഇൻ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ആൻഡ് സെയിം ട്രാൻസ്ഫോമർ ആണ് അല്ലെ? അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഷോർട്ട് സർക്യൂട്ട് കറണ്ട് കുറയ്ക്കാൻ പറ്റും. ഇവിടെ അയൺ ലോസിനെയും കാട്ടിയും കൂടുതൽ നമുക്ക് കിട്ടുന്നത് ഏതാണ്? കോപ്പർ ലോസ് ആണ്. മനസ്സിലായോ? സോ ഹിയർ iron loss is taken to be negligibly small and because low current ഉള്ളൂ മാഗ്നറ്റൈസ് ചെയ്യാൻ അല്ലെ? ലോ പവർ എടുക്കുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം മീറ്റ് ചെയ്യുന്നത് ആരാണ്? കോപ്പർ ലോസ് ആണ്. അപ്പൊ അവിടെയുള്ള ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പം കിട്ടുന്നത് ആരെയാണ്? കോപ്പർ ലോസിന്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. സോ ഹിയർ നോ ലോഡ് കറണ്ട് അല്ലെ? നോ ലോഡ് കറണ്ടും നോ ലോഡ് മാഗ്നറ്റൈസിങ് കറണ്ടും അയൺ ലോസും ആണ് നമുക്ക് നോ ലോഡ് ടെസ്റ്റിൽ നിന്ന് കിട്ടുക. അതുപോലെ SC ടെസ്റ്റിൽ നിന്ന് കിട്ടുന്നത് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. ഏത് വൈൻഡിങ്ങുകളാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയാം. അപ്പം ഇത്രയാണ് ഇവിടെ ഉള്ളത്. ഇതൊന്നും കൂടാതെ നമ്മളൊരു ടെസ്റ്റ് കേട്ടിട്ടുണ്ട്, സംബുനേഴ്സ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അല്ലെ? സംബുനേഴ്സ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് കേട്ടിട്ടുണ്ട്. എന്തായിരുന്നു സംബുനേഴ്സ് ടെസ്റ്റ്? It is also known as back-to-back test. Back-to-back test. അല്ലെ? Back-to-back test. എന്തായിരുന്നു? രണ്ട് ട്രാൻസ്ഫോമറിനെ നിങ്ങൾ നോർമലി അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാം. എന്നിട്ട് back-to-back ആയിട്ട് കണക്ട് ചെയ്യാം. അതിന്റെ SCയും OCയും അതായത് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റും ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റും അറ്റ് എ ഗ്ലാൻസ് അല്ലെങ്കിൽ ഒരുമിച്ച് കണ്ടുപിടിക്കുന്ന ടെസ്റ്റ് ആയിരുന്നു ബാക്ക് ടു ബാക്ക് ടെസ്റ്റ്. നമുക്ക് അതിന്റെ ഡെപ്തിലോട്ടൊന്നും പോണ്ട. Normally, this back-to-back test is conducted to measure the temperature out. Okay, temperature variation എന്ന് വെച്ചാൽ നമ്മൾ ഈ സാധനമൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നത് ഒരു ഓയിലാണ് അല്ലെ? ഓയിൽ ഇമേഴ്സ്ഡ് ആണ്, ഓയിൽ കൂൾഡ് ആണ് എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു. ദാറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ കോർ ടെമ്പറേച്ചർ യു നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഓയിൽ അല്ലെ? ഏത് ഓയിലാണ് അല്ലെങ്കിൽ ഓയിലിന്റെ കപ്പാസിറ്റി എത്രയായിരിക്കണം അതൊക്കെ കണ്ടുപിടിക്കുന്നത് ടെമ്പറേച്ചർ ആണ് അല്ലെ? സോ ടു മെഷർ ദ ടെമ്പറേച്ചർ ഒരുപാട് പേർക്ക് ഒരുപാട് തെറ്റാനുള്ള ചാൻസ് ഉള്ള ഒരു ഓപ്ഷൻ ആണ്. PSCക്ക് മുന്നേ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമാണ്. Sumner's test is conducted or back-to-back test is conducted to measure എന്ന് പറഞ്ഞിട്ട് കുറെ ഓപ്ഷൻ. നോർമലി നമുക്കറിയാം Sumner ടെസ്റ്റ് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് നോ ലോഡ് ടെസ്റ്റ് ആൻഡ് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് അല്ലെങ്കിൽ OC ടെസ്റ്റ് ആൻഡ് SC ടെസ്റ്റ്. കാരണം at the same time same supply is given to both of the transformer and you are measuring the value of open circuit current and closed circuit voltage അല്ലെ? അപ്പൊ ഇത് രണ്ടും കണ്ടുപിടിക്കുന്നുണ്ട്. നോർമലി ഒരാള് എന്തായിട്ടാ അത് പറയാ? സംപന്നർ ടെസ്റ്റ് നോർമലി കണ്ടക്ട് ചെയ്യുന്നത് എഫിഷ്യൻസിക്കാണെന്നാണ് പറയാ. ബട്ട് ഇൻ ലബോറട്ടറി പർപ്പസ് നമ്മൾ എഫിഷ്യൻസി ആണ് സംപന്നർ ടെസ്റ്റ് എന്ന് കണ്ടുപിടിക്കുന്നത്. ബട്ട് ഇൻ ഇൻഡസ്ട്രിയൽ പർപ്പസ് സംപന്നേഴ്സ് ടെസ്റ്റ് ഈസ് കണ്ടക്ടഡ് ടു മെഷർ ദ ടെമ്പറേച്ചർ ഓഫ് ദ കോർ. ഓക്കെ, കോറിന്റെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ വിത്ത്സ്റ്റാൻഡിങ് പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, സംപന്നേഴ്സ് ടെസ്റ്റ് ഈസ് കണ്ടക്ടഡ് ടു മെഷർ ദ ടെമ്പറേച്ചർ അറ്റ് ദ ഫുൾ ലോഡ്. ഫുൾ ലോഡിൽ എത്ര ടെമ്പറേച്ചർ വരും എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? സംപന്നേഴ്സ് ടെസ്റ്റ്. സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദി നോ ലോഡ് ടെസ്റ്റ്, ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ആൻഡ് സംപന്നേഴ്സ് ടെസ്റ്റ്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെ പറഞ്ഞു പോകാം.
ഇനി ഇതൊക്കെ കണ്ടുപിടിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു നാച്ചുറൽ ഓയിൽ കൂളിംഗ് ഈസ് പ്രൊവൈഡഡ് അപ് ടു 3000 kVA എന്ന് പറഞ്ഞു അല്ലെ. നാച്ചുറൽ ഓയിൽ കൂളിംഗ് ഈസ് പ്രൊവൈഡഡ് ടു അപ് ടു 3000 kVA റേറ്റഡ് ട്രാൻസ്ഫോമർ. 3000 kVA റേറ്റിംഗ് ഉള്ള ട്രാൻസ്ഫോമർ വരെ നമുക്ക് നാച്ചുറൽ കൂളിംഗ് നാച്ചുറൽ ഓയിൽ ആണ് യൂസ് ചെയ്യുക. ഇനി ഈ ഓയിലിന് ഒരു സ്ട്രെങ്ത് ഉണ്ടാവണം അല്ലെ. അതായത് ഈ ഓയിലിന്റെ സ്ട്രെങ്ത്, ആ സ്ട്രെങ്ത് എങ്ങനെയാ നമ്മൾ പറയുക? ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്. അതും കൂടെ ഈ ടെമ്പറേച്ചർ പറയുമ്പോൾ ഓർത്തോളുക. The dielectric strength of the transformer oil is, dielectric strength എന്ന് പറഞ്ഞാൽ ബ്രേക്കപ്പ് ആവാതിരിക്കാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണ്ടീഷൻ അല്ലെ, ഹൗ മച്ച് എത്ര വോൾട്ടേജ് പെർ മില്ലിമീറ്റർ കൊടുത്താലാണ് ഈ ഓയില് ഈ ഓയില് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? എത്ര മില്ലിമീറ്റർ, എത്ര വോൾട്ടേജ് കൊടുത്താലാണ് ഈ പറഞ്ഞ കണ്ടീഷൻ അല്ലെങ്കിൽ നാച്ചുറൽ ഓയിൽ ബ്രേക്കപ്പ് ആവുന്നത്. നിങ്ങൾക്കറിയാം ഓയിൽ കൂളിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഓയിലിന്റെ ബ്രേക്കപ്പ് സ്ട്രെങ്ത് അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ കണ്ടക്ഷൻ ആവും അല്ലെ. അപ്പൊ എത്ര കൊടുത്താലാണ് അതിന്റെ കണ്ടക്ഷൻ? അതാണ് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് അല്ലെങ്കിൽ breakup strength of the oil. എത്രയാണ്? Normally it is 33 kV per millimeter ആണ്. അത് നമ്മൾ assume ചെയ്ത് 30 അല്ലെങ്കിൽ അപ്രോക്സ് ചെയ്ത് 30 kV per millimeter. അപ്പം ഓപ്ഷനിൽ 30 kV ഉണ്ടെങ്കിലും 33 kV ഉണ്ടെങ്കിലും എന്ത് ചെയ്തോണം? കുത്തിക്കോണം. ഓക്കെ, അപ്പോ 33 kV per millimeter എന്ന് പറഞ്ഞാൽ 1 മില്ലിമീറ്ററിന്റെ ഇടയ്ക്ക് 1 മില്ലിമീറ്റർ ഓയിലിനെ ബ്രേക്കപ്പ് ചെയ്യാനായിട്ട് എത്ര വോൾട്ടേജ് വേണം? 30 kV വേണം. ഓക്കെ, അപ്പം ദാറ്റ് ഈസ് ദ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് ദി ഓയിൽ. അവിടെ ഇവിടെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ, കാരണം സമ്പനേഴ്സ് ടെസ്റ്റ് ടെമ്പറേച്ചർ പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞോളൂ. ദിസ് ഈസ് റിഗാർഡിംഗ് ദ എഫിഷ്യൻസി ഓഫ് എ ട്രാൻസ്ഫോമർ ആൻഡ് ദ എഫിഷ്യൻസി കാൽക്കുലേഷൻ യൂസിങ് ഡിഫറെന്റ് ടെസ്റ്റ്. ഓക്കെ, അപ്പം ഇത്രയും സെഷനിൽ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് കണ്ടീഷൻസ്, ഒരു സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്, കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, EMF ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്, എന്തൊക്കെ ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ദെൻ കോറിന് എത്ര സ്ട്രെങ്ത് കൊടുക്കണം, ദെൻ മാക്സിമം എഫിഷ്യൻസി എന്താണ്, മാക്സിമം എഫിഷ്യൻസി എപ്പോഴാണ് ഉണ്ടാവുക, ദെൻ ആ കണ്ടീഷനിലുള്ള ലോഡ് എത്രയായിരിക്കണം, കറണ്ട് എത്രയായിരിക്കണം, ദെൻ ഏതൊക്കെ ടെസ്റ്റുകളാണ് ഇതിനെ കണ്ടക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത്രയുമാണ് നമുക്ക് ഈ സെഷനിൽ പഠിക്കാനുള്ളത്. ഇനി ഇതൊന്നും പോരാനായിട്ട് നമുക്കറിയാം ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് സിംഗിൾ ഫേസ് മാത്രമല്ല അല്ലെ, 3 ഫേസ് ട്രാൻസ്ഫോമേഴ്സും ഉണ്ടാവാറുണ്ട്. ഓക്കെ, 3 ഫേസ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുകിൽ 3 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിനെ അടുക്കി വെച്ചിരിക്കുന്നതാണ് ഒരു 3 ഫേസ് ട്രാൻസ്ഫോമർ. അല്ലെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് 3 windings, 3 low voltage and high voltage winding in core type and shell type. Okay, core type le construction എങ്ങനെയാണോ ഒരു സിംഗിൾ ഫേസിൽ, ആ സിംഗിൾ ഫേസിൽ 3 എണ്ണം എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതെന്തായി? 3 ഫേസ് ആയി. അതുപോലെ തന്നെ ഷെൽ ടൈപ്പിലെ കൺസ്ട്രക്ഷൻ 3 എണ്ണം എടുത്തു വെച്ച് കഴിഞ്ഞാൽ കമ്പൈൻ ചെയ്താൽ അത് 3 ഫേസ് ആയി. നോർമലി പറയുന്ന പോലെ തന്നെ there is star connection and delta connection. Okay, നോർമലി നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എന്ത് ട്രാൻസ്ഫോമർ ആണ്? സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോമർ ആണ്. അപ്പൊ അത് ചോദിച്ചിട്ടുണ്ട്. നോർമലി ഇൻ പവർ സ്റ്റേഷൻസ് വിച്ച് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ ഈസ് പ്രൊവൈഡ്, വിച്ച് ടൈപ്പ് ഓഫ് 3 ഫേസ് ട്രാൻസ്ഫോമർ ഈസ് പ്രിഫേർഡ്? ഏത് ടൈപ്പ് ഓഫ് 3 ഫേസ് ട്രാൻസ്ഫോമർ ആണ്? സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോമർ ആണ് നമുക്ക് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കറണ്ടിന്റെ വേരിയേഷൻ നിങ്ങൾക്കറിയാം, സ്റ്റാർ സൈഡിലും ഡെൽറ്റ സൈഡിലും ഉള്ള വേരിയേഷൻ എങ്ങനെയാണെന്ന് അറിയാം. ഓക്കെ, ദെൻ ഇവിടെ അടുത്ത ഒരു കാര്യം പഠിക്കാനുള്ളത് ഓപ്പൺ ഡെൽറ്റ കണക്ഷൻ. നമുക്ക് നോർമലി ഡെൽറ്റ കണക്ഷൻ എന്താണെന്ന് അറിയാം അല്ലെ. ഡെൽറ്റ കണക്ഷൻ നോർമലി 3 ഫേസിന്റെ ഡെൽറ്റ കണക്ഷൻ തന്നെ, നിങ്ങൾ ബേസിക് ഇലക്ട്രിക്കലിൽ പഠിക്കുന്ന 3 ഫേസിന്റെ ഡെൽറ്റ കണക്ഷൻ തന്നെയാണ് ഇവിടെയും ഡെൽറ്റ കണക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് 1-to-1 കണക്ഷൻ. ഒരു കോയിലിന്റെ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോമറിന്റെ ഫിനിഷിംഗ് പോയിന്റ്, അടുത്ത ട്രാൻസ്ഫോമറിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ദെൻ അടുത്ത ട്രാൻസ്ഫോമറിന്റെ ഫിനിഷിംഗ് ടു സ്റ്റാർട്ടിംഗ്, അങ്ങനെ ഫിനിഷ് ടു സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്? ഡെൽറ്റ കണക്ഷൻ.
ഇവിടെ ഒരു ടേം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഓപ്പൺ ഡെൽറ്റ കണക്ഷൻ. അതിനു മുമ്പായിട്ട് ഈ ഓപ്പൺ ഡെൽറ്റ കണക്ഷനും നോർമൽ കപ്പാസിറ്റി ഡെൽറ്റ സർക്യൂട്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം. അതായത് നോർമലി നമ്മൾ സ്റ്റാർ ഡെൽറ്റ ആണ് യൂസ് ചെയ്യുന്നതെങ്കിലും നമുക്ക് ഡെൽറ്റ കണക്ഷനും പോസിബിൾ ആണ്. ഏതൊക്കെ 3 ഫേസ് ട്രാൻസ്ഫോമർ കണക്ഷൻ പോസിബിൾ ആണ്? സ്റ്റാർ പോസിബിൾ ആണ്, സ്റ്റാർ ഡെൽറ്റ പോസിബിൾ ആണ്, then delta star possible ആണ്, okay, then delta possible ആണ് അല്ലേ. അപ്പൊ ഒരു ഡെൽറ്റ കണക്ഷനിൽ എത്രത്തോളം പവർ കപ്പാസിറ്റി ഉണ്ടോ അതിന്റെ 57.7% കപ്പാസിറ്റി ആയിരിക്കും എന്ത് വരുന്നത്? നോർമൽ ഓപ്പൺ ഡെൽറ്റ കണക്ഷൻ. ഇത് മുന്നേ ചോദിച്ചത് കൊണ്ട് മാത്രം 3 ഫേസ് അങ്ങനെ PSCക്ക് പ്രിഫർ ചെയ്ത് ചോദിക്കാറില്ല. ജസ്റ്റ് കാൽക്കുലേഷൻ ഒക്കെ വരുന്നതേ ഉള്ളൂ. പവറിന്റെ കാൽക്കുലേഷൻ VI എന്നുള്ളത് 3 VI എന്നുള്ള ഒരു പാർട്ടൊക്കെ വരുന്നുള്ളൂ. പക്ഷെ ഇവിടെ പവർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ഓഫ് open delta circuit is 57.7% of capacity of a delta circuit of the same transformer. നമ്മൾ രണ്ട് സൈഡും ഡെൽറ്റ കണക്ട് ചെയ്തിട്ട് ഓപ്പൺ ഡെൽറ്റ ആക്കി ഇടുവാണെങ്കിൽ, what do you mean by open delta? The secondary delta is opened. Okay, ഈ കണക്ഷനിൽ അത്ര പ്രത്യേകതയൊന്നുമില്ല, ഒരുപാട് ഡെപ്തിൽ പോവുകയും വേണ്ട. സ്റ്റാർ ഡെൽറ്റ ഡെൽറ്റ ഇത്രയും കണക്ഷൻ നമ്മൾ 3 ഫേസിൽ പോസിബിൾ ആവുന്നത് പോലെ തന്നെ 3 ഫേസ് ട്രാൻസ്ഫോമറിലും ഇത്രയും കണക്ഷൻസ് പോസിബിൾ ആണ്. ഈ ഡെൽറ്റ കണക്ഷനിൽ കുറച്ച് ആപ്ലിക്കേഷൻസ് ലെവലിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ഒരു ട്രാൻസ്ഫോമറിന്റെ ഡെൽറ്റ കണക്ഷൻ വിഡ്രോ ചെയ്താൽ ഇറ്റ് ഈസ് ഓപ്പൺ ഡെൽറ്റ. നമുക്കറിയാം ഡെൽറ്റ കണക്ഷൻ എങ്ങനെയാണ് നമ്മൾ കാണിക്കുക? ഇങ്ങനെയാണ് കാണിക്കുക. ഓപ്പൺ ഡെൽറ്റ മീൻസ് വൺ ഓഫ് ദിസ് ട്രാൻസ്ഫോമർ സൈഡ്, ഇപ്പൊ സപ്പോസ് ഈ ഒരു സൈഡ് ഞാൻ എന്താക്കിയിടും? ഓപ്പൺ ആക്കിയിടും. മനസ്സിലായോ പറഞ്ഞത്? അപ്പോ അത് ഇൻകംപ്ലീറ്റ് ആയിരിക്കും, അൺബാലൻസ്ഡ് ആയിരിക്കും, ഇൻകംപ്ലീറ്റ് ആയിരിക്കും. ഇങ്ങനെ വരുമ്പോൾ പക്ഷേ അവിടെ വർക്ക് ചെയ്യും. കാരണം എന്താ? രണ്ട് ട്രാൻസ്ഫോമർ എഫിഷ്യന്റ് ആയിട്ടുണ്ട്. അതെന്ന് പറയുന്നത് മൂന്നാമത്തെ ആളുടെ അല്ലെങ്കിൽ മൂന്നാമതൊരാൾ കൂടെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഉള്ളതിനെക്കാട്ടിയും 57.7% എഫിഷ്യൻസി മാത്രമേ കാണിക്കുള്ളൂ. അതിന്റെ റീസൺ ആണ് എന്ത്? ഓപ്പറേറ്റിംഗ് കപ്പാസിറ്റി ബൈ അവൈലബിൾ കപ്പാസിറ്റി. ഓക്കെ, അതായത് അവൈലബിൾ കപ്പാസിറ്റി. ഇപ്പം ഓപ്പൺ ഡെൽറ്റയില് നമ്മൾ കണ്ടു രണ്ട് വൈൻഡിങ് അല്ലെങ്കിൽ രണ്ട് ട്രാൻസ്ഫോമർ. നമ്മളിവിടെ വൈൻഡിങ് മാത്രമല്ല, നമ്മൾ ട്രാൻസ്ഫോമർ ഇറ്റ്സെൽഫ് ആണ് ഈ ഓപ്പൺ ആക്കി ഇടുന്നത്. ഓക്കെ, അപ്പൊ ഈ ഇവിടെ രണ്ട് വൈൻഡിങ് കണക്റ്റഡ് ആണ് അല്ലെങ്കിൽ രണ്ട് ട്രാൻസ്ഫോമർ കണക്റ്റഡ് ആണ്. രണ്ട് ട്രാൻസ്ഫോമറിന്റെയും ടോട്ടൽ പവർ എത്രയാണ്? 2 into VI ആണ് അല്ലെ. 2 into VI is the total power for these two transformer. In open delta connection 2 into VI. മൂന്നാമത്തെ ആളുടെ ഞാൻ കളഞ്ഞു അല്ലെ. ഒരെണ്ണം ഒരു VI ആണെങ്കിൽ അടുത്തത് 2 VI. 3 VI ഉണ്ടായിരുന്നെന്ന് ഒരെണ്ണം ഞാൻ ഓപ്പൺ ആക്കി ഇട്ടു. അപ്പൊ എത്രയാ? 2 into VI. ഓക്കെ, പക്ഷേ അവിടെ ഇത് ഓപ്പൺ ആക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആക്ച്വലി ഓപ്പറേറ്റിംഗ് കപ്പാസിറ്റിയിൽ ആരും കൂടെ കയറി വരും? cos 30, അതായത് ഫൈയും കൂടെ കയറി വരും. ബിക്കോസ് ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ് സർക്യൂട്ട്, നോട്ട് കംപ്ലീറ്റഡ് ആണ് അല്ലെ. അല്ലെങ്കിൽ അതിനെ കംപ്ലീറ്റ് ബാലൻസ്ഡ് ആക്കണമായിരുന്നു. അപ്പൊ അൺബാലൻസിങ് ലോഡ് എത്ര പെർസെന്റേജ് വരും? cos 30 അല്ലെ. ഫൈ എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. സോ യു ക്യാൻ സേ ദാറ്റ് 2 VI and 2 VI got cancel. അതാണ് ഓപ്പൺ ഡെൽറ്റ കണക്ഷന്റെ പ്രത്യേകത. The operating capacity is 2 VI cos 5 അല്ലെങ്കിൽ cos 30 in the case of open delta connection, and the available capacity is 2 VI അല്ലെ. നമ്മൾ ഒരു പാർട്ട് ഓപ്പൺ ആക്കി ഇടുമ്പോൾ അവൈലബിൾ കപ്പാസിറ്റി എത്രയുണ്ട്? 2 VI ഉണ്ട്. So this is open delta connection regarding the open delta connection. So that is regarding the 3-phase transformer. അല്ലേ, അപ്പൊ നമ്മളിപ്പം സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ കണ്ടു. സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിൽ എന്തൊക്കെ ഇത് ചോദിക്കാം എന്നുള്ളത് കണ്ടു, ടെസ്റ്റുകളൊക്കെ കണ്ടു. 3-phase ട്രാൻസ്ഫോമറിൽ ചോദിക്കുന്ന പാർട്ട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അതിന്റെ ആവശ്യമേ ഉള്ളൂ. ഓക്കെ, ദെൻ വോൾട്ടേജ് റെഗുലേഷനും എഫിഷ്യൻസിയും അവിടെ നിന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസും ഒക്കെ ഒരുവിധം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും നോക്കാം. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ട്രാൻസ്ഫോമർ, നമ്മൾ ജനറേറ്ററിൽ പറയുന്ന പോലെ
parallel operation. ഒരുപാട് questions ഇവിടുന്ന് വരാം. Parallel operation. What do you mean by parallel operation of generators? That is, നമുക്ക് തികയാതെ വരുമ്പോ ഒരു ജനറേറ്റർ തികയാതെ വന്നപ്പോ നമ്മൾ വേറെ ഒരു ജനറേറ്ററിനെ പാരലലി വർക്ക് ചെയ്യിപ്പിച്ചു അല്ലെ? അങ്ങനെ collection of generators are connected together to give the parallel operation. Here, this also same. ഒരു ട്രാൻസ്ഫോമർ പോരാതെ വന്നാൽ ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ല, അവിടെ കൂടുതൽ ട്രാൻസ്ഫോമേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ that all transformers have to be worked in parallel. Because the output is voltage, you know that, അല്ലെ? അപ്പോ എപ്പോഴും പാരലൽ ആയിട്ട് എന്തിനെ കണക്ട് ചെയ്യണം? നമ്മളുടെ ട്രാൻസ്ഫോമറിനെ കണക്ട് ചെയ്യണം. If more than one transformer is there, you have to connect that in parallelly. ഇനി വെറുതെ അങ്ങനെ പാരലലി കണക്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. ആ കണ്ടീഷൻസ് you have to specifically know. അത് എന്തായാലും എക്സാംസിന് ചോദിക്കും. Should be properly connected with regard to their polarities. ഓക്കെ, നമ്മൾ ജനറേറ്ററിന്റെ പറയുന്ന പോലെ തന്നെ പൊളാരിറ്റി ഡിഫറെന്റ് അല്ലെങ്കിൽ കറക്റ്റ് അല്ലെങ്കിൽ അല്ലെ, കണക്ഷൻ ചെയ്യുന്നത് പൊളാരിറ്റി കറക്റ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല? ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യില്ല. വാട്ട് ഹാപ്പൻസ് വെൻ പൊളാരിറ്റി ഈസ് ആബ്സെന്റ്? അല്ലെങ്കിൽ പൊളാരിറ്റി മാറിയാൽ എന്ത് സംഭവിക്കും? അവിടെ ഡ്രോപ്പ് ഔട്ട് ആവും. മനസ്സിലായല്ലോ? അപ്പോൾ ഷുഡ് ബി പ്രോപ്പർലി കണക്റ്റഡ് വിത്ത് റിഗാർഡ് ടു ദെയർ polarity. That is the main thing. Second thing is voltage ratio and rating should be the same. അതായത് transformation ratio അല്ലെങ്കിൽ voltage ratio and the rating of transformer must be same. അല്ലെ? നമ്മൾ ജനറേറ്ററിലും പറയുന്നത് ഇത് തന്നെയാണ്. വോൾട്ടേജും എന്തും കറക്റ്റ് ആയിരിക്കണം, റേറ്റിംഗും കറക്റ്റ് ആയിരിക്കണം. അവിടെയും നമ്മൾ പൊളാരിറ്റി പറയുന്നുണ്ട്. റോട്ടർ ടു റോട്ടർ കണക്ഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റർ ടു സ്റ്റേറ്റർ കണക്ഷൻ വരുമ്പോഴത്തേക്കും അതിന്റെ പൊളാരിറ്റി കറക്റ്റ് ആയിരിക്കണം. Then the per unit or percentage impedance of the transformers should be equal. That is very, very important. What do you mean by per unit impedance? That is for a particular load അല്ലെങ്കിൽ ഒരു rated MVAക്ക് എത്ര ഇംപിഡൻസ് ഉണ്ട് അതാണ് per unit value, right? ആ പെർ യൂണിറ്റ് ഓർ പെർസെന്റേജ് ഇംപിഡൻസ് എന്ന് പറയുന്നത് എല്ലാ ട്രാൻസ്ഫോമറിനും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. സോ ദാറ്റ് ഇസ് ദ തേർഡ് കണ്ടീഷൻ. ആൻഡ് ദ റിയാക്ടൻസ് ഓർ റെസിസ്റ്റൻസ് റേഷ്യോസ് ഓഫ് ദ ട്രാൻസ്ഫോമർ ഷുഡ് ബി സെയിം. അതാണ് അടുത്തത്. എന്താണ്? ദ റിയാക്ടൻസ് ഓർ ദ റെസിസ്റ്റൻസ് റേഷ്യോ R02ഉം X02ഉം തമ്മിലുള്ള റേഷ്യോയും സെയിം ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഒരു ട്രാൻസ്ഫോമറിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പാരലലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ.